സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാന സർക്കാർ നികുതിദാതാക്കളുടെ പണം പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തെറ്റായി ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ അടിച്ചുമാറ്റിയത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന പല പൊതുപരിപാടികളും പൊതുസേവനത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതായി തോന്നുമ്പോഴും വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സർവേ പോലുള്ള പദ്ധതികൾ ജനങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോഴും പാർട്ടി പ്രവർത്തകർക്ക് പ്രയോജനപ്പെടുത്താനുള്ള ഉപകരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രവർത്തനങ്ങളിൽ സുതാര്യതയുടെ അഭാവം വ്യക്തമാണ്. നികുതിദായകർക്കായുള്ള പണം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടണം. ജനങ്ങളുടെ വിശ്വാസം കൈവിടാതിരിക്കാൻ സർക്കാർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ പ്രവർത്തനങ്ങളിൽ പലതും പാർട്ടി പ്രയോജനത്തിനായി മാറ്റിമറിക്കപ്പെടുന്നത് ജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കുന്നു. അതിനാൽ സർക്കാർ നടപടികൾ ഗൗരവമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. ഫണ്ടുകളുടെ ഉപയോഗവും പൊതുപ്രവർത്തനങ്ങളുടെ ലക്ഷ്യവും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുപോലെ തകർത്തൊരു സർക്കാർ ഇല്ല. ജനങ്ങൾ തിരിച്ചടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാം വളരെ വിശ്വാസത്തോടുകൂടിയും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് എല്ലാ UDFന്റെ എല്ലാ ഘടകകക്ഷികളുടെയും നേതൃത്വം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അതിൽ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്, പല രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എല്ലാ വിധത്തിലുള്ള ഈ നഗരത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പരിച്ഛേദം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന എല്ലാവരും ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളായിരിക്കണം ഈ നഗരത്തിന്റെ രക്ഷകരായി മാറേണ്ടത്. ഈ നഗരത്തെ നരകതുല്യമാക്കി മാറ്റിയ ഈ 5 വർഷക്കാലത്തെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറയുകയും നമ്മൾ ചെയ്യാൻ പോകുന്ന മികച്ച പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും വേണം. നല്ല തരത്തിലുള്ള പ്രചരണമാണ് നമ്മൾ നടത്തേണ്ടത്. എപ്പോഴും നിങ്ങൾക്കറിയാം, ഇടതുമുന്നണി തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അവരിപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. ആദ്യം തീരുമാനിച്ചത് സർക്കാരല്ല, ആദ്യം തീരുമാനിച്ചത് CPM ആണ്, സംസ്ഥാന കമ്മിറ്റി. എന്നിട്ട് എല്ലായിടത്തും സർവേ നടത്താൻ ആളെ തീരുമാനിച്ചു. സർവേ നടത്തണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? വെറുതെ എന്തിനാ പാർട്ടി ഫണ്ടിൽ കിടക്കുന്ന പൈസ കൊടുക്കുന്നത്? ഉടനെ സർക്കാരിനോട് പറഞ്ഞു, സർക്കാർ നവകേരള സർവേ ആയിട്ട് പ്രഖ്യാപിച്ചു. സർവേക്ക് പോകേണ്ട ആളുകളെ CPM കൊടുക്കും. സർവേക്ക് പോകേണ്ട ആളുകളെ CPM കൊടുക്കും, പൈസ സർക്കാർ കൊടുക്കും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ നമ്മൾ രാഷ്ട്രീയമായും നമ്മൾ നിയമപരമായും നേരിടും. ഒരു സർവേ നടക്കൂല കേരളത്തിൽ, ഒരു സർവേ നടക്കൂല. അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും. അപ്പൊ ഏതെല്ലാം അധികാരത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യാം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് 5000 6000 ഹോർഡിംഗ് വെച്ചിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. 5 നയാ പൈസ സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തപ്പോഴാണ്. എന്നാ CPM മത്സരിക്കാൻ പോണെങ്കിൽ CPMന്റെ പേരിൽ വെക്കും. സ്വന്തം പാർട്ടി കുറെ പൈസ ഉണ്ടല്ലോ, ആ പൈസ എടുത്തിട്ട് ചെയ്യുക. അതില്ല, സർക്കാരിന്റെ ചെലവിൽ സംസ്ഥാനം മുഴുവൻ ഹോർഡിങ്സ് ആണ്. 5000 6000 ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്. എത്ര കോടി വേണ്ടി വരുമെന്നറിയാം? ഒരു പൈസ ഇല്ലാത്ത സർക്കാരാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പരിപാടി? അതീവ ദരിദ്രരഹിത സംസ്ഥാന പ്രഖ്യാപനമാണ്. രാവിലെ കോടികളുടെ പരസ്യമാണ്. വൈകുന്നേരം ആകുമ്പോ അവർക്ക് തന്നെ വീട് വയ്ക്കാൻ കൊടുത്തിരിക്കുന്ന പൈസയിൽ നിന്ന് 1.5 കോടി രൂപ എടുത്ത് സമ്മേളനം. ഇത് നമ്മളൊക്കെ എത്ര സമ്മേളനം നടത്തുന്നതാണ്? എന്തിനാണ് ഈ സമ്മേളനത്തിന് 1.5 കോടി രൂപ? അപ്പൊ കിട്ടുന്നതെല്ലാം അടിച്ചുകൊണ്ടും പോവാം. ഒരു 5 ലക്ഷം രൂപ പോലും വേണ്ട ആ സമ്മേളനം നടത്താൻ. ഞങ്ങളൊക്കെ സമ്മേളനം നടത്തുന്നതല്ലേ? എറണാകുളത്തൊക്കെ എന്തെല്ലാം സമ്മേളനങ്ങൾ നമ്മൾ നടത്തുന്നു. 1.5 കോടി രൂപ ഒരു വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് നടത്താൻ മുഖ്യമന്ത്രി നടത്തുന്നത്. ആരുടെ പൈസയാണ്? ആരുടെ പൈസയാണ്? മോഹൻലാലിന് 10 ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കാൻ 2.5 കോടി രൂപയുടെ പരിപാടി. 2.5 കോടി രൂപ ഒറ്റ ഫംഗ്ഷനിലാണ്. ഒരു ഓപ്പൺ എയർ തിയേറ്ററിൽ നടത്തുന്ന പരിപാടി 12 നടത്തിക്കോ. 2.5 കോടി, 1.5 കോടി, 4 കോടി, 5 കോടി കോടികൾ. എന്താ സ്ഥിതി? എന്താ? ഇപ്പൊ കുറച്ച് പ്രഖ്യാപനം നടത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF പറഞ്ഞു
എല്ലാവരുടെയും പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 ആക്കും. 4.5 കൊല്ലം അനങ്ങിയില്ല, 1 രൂപ കൂട്ടി കൊടുത്തില്ല. ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് ഈ ആഴ്ച, അതിന്റെ തലയാഴ്ച 1600 രൂപ 2000 രൂപയാക്കി പറയാം. ആളുകളെ കബളിപ്പിക്കുകയാണ്. പിന്നെ കുറെ കാര്യങ്ങൾ കൂടി പൈസ കൂട്ടി. പൈസ വേണ്ടേ? പൈസയ്ക്ക് വേണ്ടി ജോയിന്റ് രജിസ്ട്രാർമാർ ബാങ്കുകൾ കയറി ഇറങ്ങിയാണ്. 2000 കോടി രൂപ ബജറ്റിന് പുറത്ത് വീണ്ടും കടമെടുക്കാൻ പോണ കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. സർക്കാരിന്റെ പണം, നമ്മൾ കൊടുക്കുന്ന നികുതി പണം അഴിമതിയാണ്. ഈ പല പരിപാടികളും അഴിമതിയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ഇതുപോലെ തകർത്ത ഒരു സർക്കാരില്ല. ജനങ്ങൾ കാത്തിരിക്കുകയാണ്, തിരിച്ചടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നഗരസഭയിലേക്ക് വരുമ്പോൾ ഈ നഗരസഭകളെ വിശദീകരിച്ചുകൊണ്ടതും കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞതുകൊണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മളെ ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അന്നത്തെ നല്ല ഇടപെടൽ നടത്തി, നല്ല പ്രസന്റേഷൻ നടത്തി. ഇന്ത്യയിൽ 20 സ്മാർട്ട് സിറ്റികൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 5ാം സ്ഥാനം മേടിച്ചെടുത്ത കൊച്ചിയാണ്. അതിന്റെ പേരിൽ കിട്ടിയ 2000 കോടി രൂപയാണ് അല്ലെ? അതാണ് ഇപ്പൊ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇവര് വന്നിട്ട് ഇവര് 1 രൂപ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പൈസയാണ്. ഇവര് കെട്ടിടം പണിതെന്ന് പറയുന്നു. ആ കെട്ടിടം ആരാ സ്ഥലം കൊടുത്തത്? 1.25 ലക്ഷം രൂപയ്ക്ക് 1.5 ഏക്കർ സ്ഥലം. 1 സെന്റിന് 1.25. എവിടെയാണ്? മലയന്തേരിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത. ഈ ബാബുചേട്ടൻ മുൻകൈ എടുത്ത് അന്ന് മന്ത്രിയായിരുന്നു, മുൻകൈ എടുത്ത് കൊടുത്താണ്. അവർക്കിത് പണിയാൻ വന്നപ്പോ പൈസ ഇല്ലാണ്ട് 250% എക്സസ് ക്യാബിനറ്റ് യോഗം കൂടി അനുവദിച്ചു കൊടുത്തതാണ്. നമ്മൾ ചെയ്തു കൊടുത്തതാണ്, അല്ലാതെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇവിടത്തെ കൊതുക് ശല്യം തീർക്കാൻ, തെരുവുനായ പ്രശ്നം തീർക്കാൻ, വെള്ളക്കെട്ട് തീർക്കാൻ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ ചെറുവിരൽ അനക്കാത്തൊരു നഗരസഭയാണ്. നരകതുല്യമാക്കിയ നഗരസഭയാണ് നഗരത്തെ. അപ്പൊ അതിനെ നേരിടണം, അതിശക്തിയായിട്ട് പറയണം. ഇനി കുറച്ച് നിങ്ങളൊന്ന് താഴത്തേക്ക് നിന്നാൽ നന്നായി.